ഇന്ന് ഞാൻ പറമ്പിലേക്കൊന്ന് ഇറങ്ങും കേട്ടോ. എന്തിനാണെന്നല്ലേ കുറച്ച് പരിപാടിയുണ്ടേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തിനാണ് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം തേങ്ങ ഇട്ടപ്പോൾ ഇഷ്ടമാതിരി ചൂട്ട് ചാടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചൂലിനുള്ളത് നല്ല ഇറക്കലുണ്ടെങ്കിൽ ചൂലിനുള്ള എടുക്കുകയും ചെയ്യാം. അല്ലാത്തത് പന്നി ഉണ്ടെങ്കിൽ അത് കെട്ടിവെച്ചാൽ നമുക്ക് കത്തിക്കാൻ എടുക്കത്തില്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഇറങ്ങിയതാട്ടോ, ഒരു വാക്കത്തിയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചേ കൂടുതൽ ചൂട്ടും മടക്കലയും അതിൻ്റെ കൊതുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തെങ്ങയിലോ നിന്ന് എല്ലാം പഴുത്ത് നിന്ന മടക്കലയെല്ലാം വെട്ടിച്ചാടിച്ചോട്ടും. അപ്പോൾ ഇഷ്ടംമാതിരി തീ കത്തിക്കാനുള്ളതും ചൂട്ട് വെട്ടിയെടുക്കാനും അതുപോലെ തന്നെ ചൂല് ചെയ്യാനുള്ളതൊക്കെ ചൂട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചൂട്ടും കൂടെ ആദ്യം എടുത്ത് കൂട്ടിയിട്ടു. എല്ലാ ചൂട്ടും കൂടെ ഇങ്ങനെ കൂട്ടിയിട്ട ശേഷം ചൂട്ടെല്ലാം ആദ്യമേ വീട്ടിൽ കൊണ്ടുവിടാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഇതിൻ്റെ കൊതുമ്പും കാര്യങ്ങളും മറ്റു മടക്കലയൊക്കെ പിന്നെ ഇവിടെ കൂട്ടി വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് കേട്ടോ. വീണ്ടും ഞാൻ അവിടെ ഒന്ന് പരതിയപ്പോൾ വീണ്ടും 2-3 തേങ്ങയും കൂടെയൊക്കെ കിട്ടിയിട്ടോ. അതൊക്കെ എല്ലാം എടുത്ത് കൂട്ടി വെച്ചു. എല്ലാം കൂടെ കൊണ്ടുപോകൽ നടക്കില്ലല്ലോ. അപ്പോൾ എടുത്ത് വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. ചൂട്ടൊക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചൂട്ട് ഇവിടെ തന്നെ ഇട്ട് എങ്ങാനും മഴയൊക്കെ കുംഭമാസമൊക്കെ ആയില്ല, എങ്ങാനും മഴയൊക്കെ പെയ്താൽ പിന്നെ നനഞ്ഞു പോയാൽ പിന്നെ അത് ഉണക്കിയെടുക്കാനും അല്ലെങ്കിൽ ചെതലൊക്കെ കയറും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചൂട്ട് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിത് കുറേ ചൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം തേങ്ങ ഇട്ടപ്പോൾ എല്ലാം മടക്കലയും കൂടെ വെട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഒരുമാതിരി കൊണ്ടുവന്നു മടുത്തായിരുന്നു. ഉച്ചയല്ലേ, ഇപ്പോൾ പൊന്നൂനെ ഉറക്കിയിട്ടായതുകൊണ്ട് നല്ല നട്ടുച്ചയായിട്ടോ. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ. ഉണ്ടെങ്കിൽ ഈ ചൂട്ട് നല്ലതല്ലേ, അത് ചൂല് ചെയ്യുമ്പോഴൊക്കെ നല്ല. ബാക്കി എല്ലാം എടുത്ത് വെച്ചാൽ കത്തിക്കാമല്ലോ. അത് ചൂട്ടെടുത്തിട്ട് മടക്കലയാണെങ്കിലും ഇതെല്ലാം ഉണങ്ങാത്തയുണ്ട്. ഇത് ഉണങ്ങി വരുമ്പോൾ നമുക്ക് കത്തിക്കാമല്ലോ. കൈയൊക്കെ വേദന എടുക്കുന്ന ഞാനിങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ടുവന്നുകൊണ്ട് കൈ വേദന എടുക്കുക. എനിക്കങ്ങനെ തലയിൽ വെച്ച് അങ്ങനെ പരിചയമില്ല കേട്ടോ. ഇങ്ങനെ മടക്കല വെട്ടിയിട്ട് തലയിൽ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുവരാൻ എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ. നോർമലി ഈ തേങ്ങയിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചൂട്ടൊന്നും എടുത്തുകൊണ്ട് വരാറില്ലായിരുന്നു കേട്ടോ ഞാൻ. ഇന്ന് ഞാൻ എങ്ങനെയോ ഓർത്തു, എങ്ങനെയെങ്കിലും നമ്മുടെ വിറക് വരെ നിറയ്ക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. വിറക് വരെ നിറയ്ക്കുക എന്നത് റിസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി തടി വിറകിരിക്കണ ചെതൽ പിടിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റണം. അത് കഴിഞ്ഞ് ഇത് മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും എന്നെക്കൊണ്ട് തന്നെ സാധിക്കണ കാര്യമല്ല, അതുകൊണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ചൂട്ടൊക്കെ കിട്ടിയപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ പയർ ചെടികളുണ്ടാവും നല്ല വെയിലത്ത്. രാവിലെ തൊട്ട് തന്നെ ഇവിടെ വെയിലാട്ടോ. ഇപ്പോഴാണ് ഇപ്പോൾ 3 മണി ആവാറായി. അന്നേരമാണ് ഇപ്പോൾ ഇത്തിരി വെയിൽ കുറഞ്ഞു തന്നെ. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇച്ചിരി ചൂടൽ കുത്തിയില്ലെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചാലും ഉണങ്ങി പോകുമെന്ന് തോന്നണം. കണ്ടോ അതിൻ്റെ ഇലയൊക്കെ ഒരുമാതിരിയായി തുടങ്ങി, വെയിലൊക്കെ കൂടുതലായിട്ട് കണ്ടോ പൊള്ളി തുടങ്ങി. അപ്പോൾ അതിന് ഇച്ചിരി ചൂടൽ കുത്തണം തോന്നണം, അതും ഒന്ന് ചെയ്യാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മോശമായ ചൂട്ടുകൾ എടുത്താട്ടോ ഇതിൻ്റെ ചൂടൽ കുത്തു കേട്ടോ. ആയിരിക്കും അല്ലേ, എനിക്കറിയത്തൊന്നുമില്ല, അറിയാവുന്നില്ല. ഞാൻ ആ ചട്ടിയുടെ ഉള്ളിൽ പുറത്ത് താഴണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചട്ടിയുടെ ഉള്ളിൽ തന്നെ കുത്തി. കുഴപ്പമില്ലായിരിക്കും അല്ലേ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറ. ആ ചൂട്ടെടുത്തുകൊണ്ട് മൊത്തം കറുത്ത ഉറുമ്പ് ദേഹത്ത് കയറി അതങ്ങ് വെട്ടിയപ്പോഴത്തേക്ക് മൊത്തം കൂടെ ദേഹത്തേക്ക് ചാടി. അടുത്ത പണി സ്നാക്കി പൊട്ടിക്കുക. ഒരാഴ്ചത്തെ ഞാൻ നോർമലി ഡയപ്പറെല്ലാം 1 വീക്കിൽ ഒരുമിച്ച് വെച്ചിട്ട് 1 വീക്ക് ആകുമ്പോഴാണ് പൊട്ടിച്ച് കളയാറുള്ളത്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാധിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തിരി കൂടുതലായിട്ട് വന്നു. അതുകൊണ്ട് ഇത് ഞാൻ പൊട്ടിച്ച് എടുക്കും കേട്ടോ. അതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കത് കഷ്ടപ്പാടാന്ന് പറയണം. കാരണം ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് 7 or 8 or 10 ബിലോ 10 എന്തായാലും വരുള്ളൂ. പക്ഷെ ഞാനിത് ചെയ്യാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഒത്തിരിയായി. അപ്പോൾ അതാണ് മടിയൻ മല ചുമക്കുമെന്ന് പറയാനായിട്ടില്ല. അത് തന്നെ ഞാൻ എൻ്റെ മോനോട് ഏത് നേരം പറയണേ കേട്ടോ. അവൻ പഠിക്കാണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസത്തെ പഠിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട്, എടാ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് നീ മടിയൻ മല ചുമക്കുന്ന അവസ്ഥയിലാവും കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ അനുഭവിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡയപ്പർ നശിപ്പിച്ച് കളയണ രീതി ഇനിയും അറിയാത്ത ആരെങ്കിലും അത് നശിപ്പിച്ച് കളയണേ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. നമ്മൾ ഈ ഉപയോഗിച്ച ഡയപ്പർ ഇത് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് മൊത്തം വാട്ടർ കണ്ടൻറ്റ് വലിച്ചെടുത്ത് കണ്ടോ ഇങ്ങനെ വീർത്ത് വരും കണ്ടോ.
വീർത്ത് വരുമ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാവും. പൊട്ടിച്ചെടുത്ത് അതിലുള്ള ജെല്ല് മൊത്തം ഒരു വെള്ളത്തിലേക്ക് എടുക്കുവാണെങ്കിൽ ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്കാണ് ഇത് മൊത്തം എടുത്തിടുന്നത്. അപ്പോൾ എടുത്തിട്ട് കഴിയുമ്പോൾ ഇത് മൊത്തം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പുകല്ല് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഇളക്കി വെക്കണം. ഇളക്കി വെച്ച് ഒരു 2-3 മണിക്കൂർ മതി കേട്ടോ. 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ ഡയപ്പർ പൊട്ടിച്ചിട്ട് ആ വെള്ളം നോർമൽ വാട്ടറായിട്ട് മാറും കേട്ടോ, നോർമലി ഉള്ള വാട്ടർ. അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ നമ്മളിത് മണ്ണിലൊക്കെ കുഴിച്ചിട്ട് അത് ഓൾറെഡി മഴ പെയ്യുമ്പോഴത്തേക്കും പൊന്തി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ നശിപ്പിക്കലൊന്നും സാധിക്കില്ല. പക്ഷേ ഇതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ബാലൻസ് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട്, ഇപ്പോൾ നല്ല വെയിലൊക്കെ അല്ലോ, നന്നായിട്ട് ഉണങ്ങിയിട്ട് കത്തിച്ച് കളയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഇതാരെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടാലോ എന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബാക്കി അറിയാവുന്നവരൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ വിറക് വരി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തൊന്ന് റെഡിയാക്കി എടുക്കുക. അല്ല, നമ്മുടെ വിറക് വരിയൊക്കെ ആകെപ്പാടെ അല്ലറ ചില്ലറ സാധനങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞ് വിറക് കാലിയായിപ്പോൾ. അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റി ഒന്ന് വിറകൊക്കെ വെക്കാറായി അടുക്കി ഒതുക്കി പറക്കി വെക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം മാറ്റണം. ചെതൽ പിടിച്ചതെല്ലാം മാറ്റിയിട്ട് ഇതൊക്കെ മാറ്റി എടുത്തിട്ട് നല്ലത് മാത്രം അടുക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ അടുത്ത എൻ്റെ പരിപാടി. ഇന്ന് ഒത്തിരി പണി ചെയ്ത സന്തോഷത്തിലായിട്ട് ഞാൻ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന മനോഭാവത്തിലാണ് ഞാനിരിക്കുന്നത്. പക്ഷേ ഇതിലും ഒത്തിരി വലിയ പണിയൊക്കെ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ചെയ്യാതിരിക്കുന്ന ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ എൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും തോന്നുന്നത്. സാരമില്ല, എന്നാലും ഞാൻ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വിറക് വരലൊക്കെ ഒത്തിരി മാറാമലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൂത്ത് പെറുക്കി ചൂലും കൊണ്ട് തട്ടിയെടുക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാം നിരന്ന് കിടക്കണ എല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയാലല്ലേ നമുക്ക് അടിച്ച് പൊടിയൊക്കെ തൂത്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ. ഇന്നത്തെ വിറക് വരെ അടിക്കും തൂക്കുകയൊക്കെ ചെയ്തപ്പോൾ തലമുടിയിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ വന്നു. അപ്പോൾ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് ഇത്തിരി താളിയൊക്കെ തേച്ച് കുളിക്കാമെന്ന് കരുതി ഞാൻ മുടിയിലെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ഉണ്ടാക്കിയ കാച്ചി എണ്ണ കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരം വേണമെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ അത് നല്ലതാട്ടോ. എൻ്റെ ഹെയർ ഫോൾ ഒത്തിരി കുറയാനും മുടിയൊക്കെ നന്നായിട്ടുണ്ടാവാനും ഉപകാരപ്രദമായ ഒരു എണ്ണ കേട്ടോ അത്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ അത് വീഡിയോയിൽ കാണുക കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് ശേഷം കുളിക്കണം കേട്ടോ.